ഓർമ്മച്ചെപ്പ്. സ്വർഗത്തിലെ റോസാപുഷ്പം. ഇന്നു ഞാൻ, നാളെ നീ എന്ന ടീച്ചറുടെ കല്ലറയിലെ കുറിപ്പ് എൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നു. കുറേ സ്വപ്നങ്ങളുമായി ചിണുങ്ങിയും കുണുങ്ങിയും 1-ാം ക്ലാസ്സിൻ്റെ പടി കയറിയപ്പോൾ എൻ്റെ നെറുകയിൽ മുത്തമേകി കയ്യിൽ റോസാപ്പൂവും തന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച എൻ്റെ മേരി ടീച്ചറുടെ ജീവിതം. അമ്മയാണ് ഈശോയെ ആദ്യം കാണിച്ചു തന്നതെങ്കിലും ടീച്ചറാണ് അത്രമേൽ ഈശോയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത്. നവംബർ 2 സെമിത്തേരികൾ തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നു. അത് മനോഹരമായ ഒരുപാട് നന്മകളുടെ, സ്നേഹത്തിൻ്റെ, ആത്മീയതയുടെ ഓർമ്മകൾ എനിക്ക് നൽകുന്നു. 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ നിഷ്കളങ്ക ജീവിതത്തെ പ്രകാശമാക്കാൻ ഏറെ ആഗ്രഹിച്ച ടീച്ചറുടെ അന്ത്യയാത്ര അപ്രതീക്ഷിതമായിരുന്നു. വിദ്യാലയത്തിലേക്ക് വരാൻ ഒരുങ്ങുന്നതിൻ്റെ തലേന്ന് വീട്ടുമുറ്റത്തെ മതിലിനോട് ചേർന്ന് മകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാഞ്ഞെത്തിയ ലോറി ടീച്ചറെ ഒന്ന് തട്ടി. ടീച്ചറുടെ ജീവിതം ആ നിമിഷം തന്നെ കൂട്ടിച്ചേർക്കാനാവാത്ത വിധം പൊട്ടി വീണു. ഈ ഭൂമിയിൽ ഓർമ്മയുള്ളിടത്തോളം കാലം മേരി ടീച്ചർ എന്ന ഓർമ്മ കണ്ണീരായി ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇനിയൊരിക്കലും എൻ്റെ ടീച്ചറെ കാണാൻ പറ്റില്ലല്ലോ എന്ന സങ്കടം എന്നും ബാക്കിയാണ്. ടീച്ചറെ സ്നേഹിക്കാൻ എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. മനസ്സിലുള്ള സ്നേഹം മുഴുവൻ കോരി വാരി തന്നു മേരി ടീച്ചർ. എന്തൊരു നന്മ ചെയ്താലും ഒരുപാട് അഭിനന്ദനങ്ങൾ തന്നിരുന്നു മേരി ടീച്ചർ. ടീച്ചറുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങാത്ത ഒരു കുട്ടി പോലും ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നില്ല. കുഞ്ഞിക്കുറുമ്പുകളെ തിരുത്തി തന്ന എൻ്റെ ടീച്ചർ, ഞങ്ങളുടെ കഴിവുകളെ വളർത്തുവാൻ ഒരുപാട് പ്രയത്നിച്ചിരുന്ന ഞങ്ങളുടെ സ്വന്തം ടീച്ചർ. അതിനുമെല്ലാം അപ്പുറം ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ നെറുകയിൽ ഒരു മുത്തമിടുന്ന ടീച്ചറുടെ സ്നേഹം ഇന്നും ടീച്ചർ നനവുള്ള ഒരു ഓർമ്മയാണ്. പേരിൻ്റെ മധ്യസ്ഥയായ മാതാവിനെ പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു ടീച്ചർ. നന്മ ചെയ്യാത്ത ഒരു ദിവസം പോലും ടീച്ചറിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ടീച്ചർ എന്നും ഒരുക്കത്തിലായിരുന്നു. കൺമഴ പോലെ ജീവിതത്തെ മൃദുവായോ കഠിനമായോ തലോടി നമ്മെ അറിയാതെ ടീച്ചർ മരണം സ്വന്തമാക്കി. മേരി ടീച്ചറുടെ മരണം, ആ സങ്കടത്തിൽ നിന്ന് എന്നെ കരകയറ്റിയത് ടീച്ചർ തന്നെ എനിക്ക് പകർന്നു തന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നതുകൊണ്ടാണ്. ദൈവിക പദ്ധതിയുടെ പൂവണിയിലായിരുന്നു ആ മരണമെന്ന തിരിച്ചറിവിലേക്ക് ടീച്ചർ പഠിപ്പിച്ച പ്രാർത്ഥന എന്നെ കൊണ്ടെത്തിച്ചു. നമ്മയും കാത്ത് ഒരു കല്ലേറ് ദൂരത്തുണ്ട് എന്ന സത്യം ഞാൻ മനസ്സിലാക്കി. ജീവിതത്തെ കുറച്ചുകൂടി നന്നാക്കിക്കൊണ്ടും ആത്മീയമായി ഒരുക്കിക്കൊണ്ടും മരിച്ച വിശ്വാസികൾക്കായി പ്രാർത്ഥിച്ചും സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ ഞാൻ ഒരുങ്ങിത്തുടങ്ങി. ടീച്ചർ എന്നും പറയുന്നത് പോലെ മരണത്തെ മാത്രം മനുഷ്യന് തൊട്ടറിഞ്ഞ് അറിവ് നേടിയതിനു ശേഷം അനുഭവിക്കാൻ കഴിയില്ല. മരണം അത് ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിനോട് കൂടി ഉയർക്കാൻ ക്രിസ്തുവിനോട് കൂടി മരിക്കണം. അപ്പോൾ മരണം സ്വർഗത്തിലേക്കുള്ള 2-ാം ജനനമല്ലേ? അതെ, യോഹന്നാൻ 11:25 പറയുന്നത് പോലെ ഈശോ പുനരുദ്ധാനവും ജീവനുമാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതെ, മരണത്തിലൂടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മരണം മനുഷ്യൻ്റെ ഭൗമിക തീർത്ഥാടനത്തിൻ്റെ അവസാനമാണ്. ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ അവൻ ക്രിസ്തുവിനോടൊപ്പമാണ്. ഫിലിപ്പി 1:23. ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതാണ് മരണം. 2 തിമോത്തേയോ 4:7. ദൈവത്തെ അവർ മരണത്തിലൂടെ മുഖാമുഖം കാണും. 1 കൊരിന്തോസ് 11:12. സഭാപ്രസംഗകൻ 7:1 പറയുന്നത് പോലെ ഒരു നല്ല പേര് വിലയേറിയ തൈലത്തെക്കാളും മരണദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമവുമാണ്. അങ്ങനെയാണെങ്കിൽ മേരി ടീച്ചറുടെ മരണദിനം എത്രയോ വിശുദ്ധ ദിനമാണ്. 54 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ടീച്ചറെ എന്തിനിത്ര നേരത്തെ വിളിച്ചുവെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതിനെനിക്ക് കിട്ടിയ ഉത്തരം ഇതായിരുന്നു: ദൈവം
തനിക്കിഷ്ടമുള്ളവരെ നേരത്തെ വിളിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ പൂന്തോട്ടത്തിലെ പൂക്കളാണ്. ആ പൂക്കൾ എപ്പോൾ വേണമെങ്കിലും പറിക്കുവാൻ കർത്താവിന് അവകാശമുണ്ട്. നമ്മുടെ പദ്ധതികൾ തകരുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വളരുന്നു. മേരി ടീച്ചർ എന്ന പൂമരം ഈ ഭൂമിയിൽ നിന്ന് കൊഴിഞ്ഞു പോയെങ്കിലും ടീച്ചറുടെ നന്മ മരത്തിൻ്റെ വേരുകൾ ഈ ഭൂമിയിൽ അവശേഷിക്കും. ഒരു കാര്യം ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ കൂടെ ജനിക്കുന്നതാണ് മരണം. ആ മരണത്തെ സ്വീകരിക്കാൻ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുവാൻ ഞാനും ഇന്ന് പരിശ്രമിക്കുന്നു.